അമ്പാടി ടെക്സ്റ്റൈൽസ് സ്കൂൾ പ്രവേശനോത്സവ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം മറ്റ് പാഠ്യേതര വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന പദ്ധതി ഇപ്രാവശ്യം മുതൽ ആരംഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 100 വയസ്സ് തികഞ്ഞ കലാലയത്തിൽ ജില്ലാ പ്രവേശനോത്സവം നടന്ന വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും പഞ്ചായത്തിനും അഭിമാനമായെന്നും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിൽ അഭിപ്രായപ്പെട്ടു. പ്രവേശനോത്സവ പരിപാടി ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം കടുങ്ങല്ലൂർ ഗവൺമെൻറ് സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന OSCയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇത്തവണ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച നാട്ടുകാരായ പൊതുപ്രവർത്തകരും അധ്യാപകരുമായ ഇവരെ ആദരിച്ചുവെന്നും OSA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ എലൂക്കര ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. കടുങ്ങല്ലൂർ ഗവൺമെൻറ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ വിവിധ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു സ്കൂളിന് ഏകദേശം 8 ലക്ഷം രൂപയോളം കരുതി. എന്നാലും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നല്ല ശുദ്ധമായ ജലം കുട്ടികൾക്ക് കുടിക്കാൻ സഹായകരമായിരിക്കും. പിന്നൊന്ന്, നമ്മുടെ ശുചിത്വത്തിനൊപ്പം അതിന്റെ ഭാഗമായി പല പരിപാടികളുണ്ട്. കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പുസ്തകം കൊടുക്കുന്നത് ചിത്രകഥാ രൂപത്തിൽ. എങ്ങനെയാണ് ശുചിത്വം ഉണ്ടാക്കേണ്ടത്, ചിലപ്പോൾ വീട്ടായതുകൊണ്ട് എങ്ങനെ കളയണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഓരോ മാലിന്യം കൈകാര്യം ചെയ്യണം, വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. കേരളം ഇപ്പോൾ ഒരു മാലിന്യ വിമുക്തമായ കേരളമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. മായ ഒരു സംസാരത്തിന് പ്രസക്തിയില്ല. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. 100 വർഷം ആഘോഷിച്ച ഈ കലാലയത്തിൽ, ശതാബ്ദി ആഘോഷങ്ങൾ നടന്നു വരുന്ന ഈ കലാലയത്തിൽ ജില്ലാതല പ്രവേശനോത്സവം ദിവ്യമായത് വളരെയധികം സന്തോഷകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ 10 വർഷമായി കലാലയം 100% വിജയം കൈവരിക്കുന്ന ഈ കലാലയമാണ്. ഈ കലാലയത്തിൽ ഈ പ്രവേശനോത്സവം വളരെ ഭംഗിയായി സംഘടിപ്പിക്കുക കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രവേശനോത്സവം ഈ കലാലയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെയും മന്ത്രിയെയും എല്ലാവരെയും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്, ആശംസിക്കുകയാണ്. സ്കൂളിന്റെ ഒരു സുന്ദരം തന്നെയാണ്. കാരണം ഈ സ്കൂളിന്റെ 10 വർഷമായിട്ട് കുട്ടികൾക്ക് 100% വിജയം കരസ്ഥമാക്കിക്കൊണ്ട് കൂടുതൽ A+ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ, വിദ്യാഭ്യാസ മേഖലയിലെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇവിടുത്തെ അധ്യാപകരോടൊപ്പം തന്നെ OSAയുടെ അധ്യാപകരോട് കൂടി ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ അധ്യാപകർക്കോ ഇവിടുത്തെ നാട്ടുകാർക്കോ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് 10 ഫുൾ A+ വാങ്ങിയ കുട്ടികളുണ്ട്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കൊണ്ട് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മളുടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം മറ്റെന്തിനേക്കാൾ അധികമായി നമ്മൾ പ്രാധാന്യം കൊടുത്തത് അക്കാഡമിക പ്രവർത്തനങ്ങൾക്കാണ്. ഈ കഴിഞ്ഞ 9 വർഷങ്ങളായി നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തോടൊപ്പം നമ്മുടെ സ്കൂളുകൾ അക്കാഡമികമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സമഗ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ മനോഹരമായി ഇവിടെ ജില്ലാ പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഈ സ്കൂളിലെ നമ്മുടെ ഇപ്പോഴുള്ള ജനപ്രതിനിധികൾ, ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, PTA, SMC, അതുപോലെ തന്നെ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.